നമസ്കാരം. 360 ആരംഭിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിൽ മണ്ണും മരവും റോഡിലേക്ക് പതിച്ചു. 9ാം വളവ് വ്യൂ പോയിന്റിന്റെ അടുത്താണ് അപകടമുണ്ടായത്. ചുരം വഴി കടന്നുപോയ യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ഫയർഫോഴ്സ് മണ്ണും മരവും നീക്കം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് തത്സമയം വയനാട്ടിൽ നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, എത്ര വലിയ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത്? നിലവിൽ നമുക്കതിന്റെ ആഘാതം ഒന്നും തന്നെ മനസ്സിലാകില്ല. കാരണം ഒരു മലയാണ്, ചുരം വ്യൂ പോയിന്റിന് തൊട്ടടുത്തുള്ള നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ലൈറ്റ് അടിച്ചാൽ പോലും അതിന്റെ ആഘാതം എത്രമേലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പാറക്കല്ലുകളും അതോടൊപ്പം മരവും ഒക്കെ തന്നെ ഈ ഒരു റോഡിലേക്ക് പതിച്ച രീതിയിലാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വയനാട്, അതായത് ഈ താമരശ്ശേരി ചുരത്തിലെ വ്യൂ പോയിന്റിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ ഇവിടെ വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസും മറ്റ് അധികൃതരൊക്കെ തന്നെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടിവാരത്ത് നിന്നും ഇവിടെയുള്ള യാത്രക്കാരെയൊക്കെ തന്നെ വഴിതിരിച്ചു വിടുകയാണ്. അതോടൊപ്പം താമരശ്ശേരി ലക്കിടി ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ യാത്രക്കാരെ, ചുരം വഴി പോകുന്ന യാത്രക്കാരെ വഴിതിരിച്ചു വിടുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ ഒരു വാഹനങ്ങളും ഇതുവഴി കടത്തിവിടാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തെ കല്ലും പാറകളും അതോടൊപ്പം മരങ്ങളും ഒക്കെ തന്നെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കല്ലും മരങ്ങളും ഒക്കെ തന്നെ മാറ്റിയാൽ മാത്രമേ ഒരു ഗതാഗതം വീണ്ടും പഴയ സ്ഥിതിയിലേട്ടും ആകത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗത്തെ മാത്രം മരങ്ങൾ മാറ്റുന്ന ശ്രമമാണ് ഈ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, ഒരു ഭാഗത്തെ മാത്രമേ നമുക്ക് ഇന്ന് രാത്രിയിൽ മാറ്റാൻ പറ്റൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വലിയ പാറക്കല്ലുകളാണ് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഒരു ഭാഗത്ത് മാത്രമാണോ? മറ്റൊരു ഭാഗമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ 9ാം വളവ്, അതാണല്ലോ ചുരത്തിന്റെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ലിനറ്റ് നിൽക്കുന്നത് വയനാട് ഭാഗത്ത് ലക്കിടി കഴിയുന്ന താമരശ്ശേരി ചുരം മുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം അതായിരിക്കുമല്ലോ. അവിടെയാണോ മണ്ണിടിച്ചിൽ ഉണ്ടായത്? വേറെ ഭാഗത്തും മണ്ണിടിച്ചിൽ ഉണ്ടോ? വേറെ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ റോഡിന്റെ 2 സൈഡിലേക്കും, അതായത് ഒരു ഭാഗം താമരശ്ശേരി ചുരം വഴി താഴോട്ട് അടിവാരത്തേക്ക് പോകുന്ന വഴികൾ, വാഹനങ്ങൾ കടന്നു പോകുന്നതും മറ്റേ ഒന്ന് ചുരത്തിലേക്ക് കയറി ഈ ഒരു വയനാട്ടിലോട്ട് പ്രവേശിക്കുന്ന ഭാഗവുമാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തെ മാത്രം മണ്ണ് മാറ്റിക്കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ ആക്കുക എന്നതാണ് ആദ്യമേ ഇവരുടെ ശ്രമം. കാരണം വലിയ പാറക്കല്ലുകളാണ് സ്ഥലത്തേക്ക് പതിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ആഘാതം നമുക്കിപ്പോൾ വ്യക്തമല്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു മലയാണ്. ആ മലയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ പാറക്കല്ലുകളൊക്കെ തന്നെ അടർന്നു വീണിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും. വലിയ പാറക്കല്ലുകളാണ്. അതോടൊപ്പം തന്നെ മരങ്ങൾ എത്തിയിട്ടുണ്ട്, മണ്ണ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവയൊക്കെ മാറ്റിക്കൊണ്ട് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കാൻ ഇന്ന് രാത്രി സാധിക്കത്തില്ല. കാരണം ഈ പാറക്കല്ലുകളൊക്കെ തന്നെ പൊട്ടിക്കുമ്പോൾ ജെർക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അത് ചുരത്തിന്റെ മുഴുവൻ ഗതാഗതവും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ, വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ മാത്രമേ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കത്തുള്ളൂ. നിലവിൽ ഇപ്പോൾ JCB ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വലിയ പാറക്കല്ലുകൾ മാറ്റി ഒരു ഭാഗം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ ഇവിടെ നിന്ന് മാറ്റേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രിയിൽ തന്നെ ഗതാഗതം യോഗ്യമാക്കുന്നത്. ഒരു സംശയം, ഇപ്പോൾ പൊതുവിൽ കേരളത്തിൽ മഴ കുറവായിരുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. വടക്കൻ ജില്ലകളിൽ ഇന്ന് വൈകിട്ട് മുതൽ കാര്യമായ രീതിയിൽ ചെറിയതായ മഴയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഭാവം വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഴയുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് കാലാവസ്ഥ ഏത് വിധത്തിലായിരുന്നു ലിനറ്റ്?
നിലവിൽ ബിനിൽ വയനാട് ഈ താമരശ്ശേരി ചുരം മേഖലയിൽ മഴ കുറവായിരുന്നു. എന്നാൽ നേരിയ തോതിലുള്ള മഴയുണ്ട്. എന്നാൽ ഈ മണ്ണിടിച്ചിലിന് സാധ്യമായിട്ടുള്ള രീതിയിലുള്ള മഴയുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് വയനാട് ജില്ലാ കളക്ടർ മറ്റു ആളുകളൊക്കെ തന്നെ പറയുന്നത്. നമ്മോടൊപ്പം ഇവിടെ സ്ഥലത്ത് ചുരം ബ്രിഗേഡ്സ് ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്ന് വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു? വലിയ രീതിയിൽ സാധാരണ പോലെ മഴ ഉണ്ടായിട്ടില്ല. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത മഴയാണ്. പ്രത്യേകിച്ച് ചുരം ഭാഗത്ത് ഒരുവിധം മഴ പെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ഒരു കാറെല്ലാം അതിന്റെ അകപ്പെടലാണ്. അതൊക്കെ രക്ഷപ്പെട്ടു. എന്തോ ഒരു തലനേരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു ബസ്സിനെ പാസ് ചെയ്ത് പോയതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. പിന്നെ ശരിക്കും വന്നിരിക്കുന്നത് കൂടുതൽ പാറ കഷ്ണങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജെർക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. അപ്പം സമയമെടുത്ത് ഇപ്പോൾ ഏകദേശം നമ്മളെ കുടിയും കിടക്കുന്ന ആളുകളെ വിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് നാളെ പകൽ വെളിച്ചത്തിൽ അത് സാധനം മണ്ണും മാറ്റിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുവരെ എന്തായാലും ഇതിന്റെ ഈ അപകടത്തിന്റെ തോത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഡെപ്ത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് മുകളിൽ നിന്നാണ് പൊട്ടിയിരിക്കുന്നത്, ഏറ്റവും മുകളിൽ നിന്നാണ് പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ താഴത്തേക്ക് വന്നതനുസരിച്ച് ഇനി മണ്ണെടുക്കുന്നതനുസരിച്ച് മഴന്ന് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഒരു ചാല് പോലുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഇനിയും ഇതുപോലെ ഒരു ഉറപ്പില്ലാത്ത സൈസ് പാറയാണ്. ആ പാറ ഇനിയും വന്നുകൂടാ ഇല്ല. അപ്പൊ അങ്ങനെയാണ് അപകടം ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഇത്തരത്തിൽ മുഴുവനായിട്ടുള്ള മണ്ണും കല്ലും ഒന്നും മാറ്റൽ സാധ്യമല്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം, ഇവിടെ JCB മറ്റ് ട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് മണ്ണും കല്ലുകളും ഒക്കെ തന്നെ മാറ്റുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തെ പൂർണ്ണമായും മണ്ണ് മാറ്റിയാൽ മുകളിൽ നിന്ന് വീണ്ടും കല്ലും മണ്ണും ഒക്കെ തന്നെ വീഴുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. അതുകൊണ്ട് ഒരു ഭാഗത്തെ മണ്ണ് നീക്കി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പറഞ്ഞയച്ചതിന് ശേഷം ഇവിടെ ഗതാഗതം ലിനറ്റ്, അതാണുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് വയനാട്ടിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ് വേ ആണ്. ഒരു അന്തർ സംസ്ഥാന പാതയാണ്, ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഒരു പാതയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള ആംബുലൻസുകൾ ഉൾപ്പെടെ അതിവേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു പാതയാണല്ലോ. അപ്പോൾ ആ നാട് ഒരു വിധത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമല്ലോ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ. മാത്രമല്ല, ഒരുപാട് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകും. കാരണം മുകളിൽ എത്തിയപ്പോഴായിരിക്കുമല്ലോ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ കാര്യം പലരും അറിയുന്നത്. അപ്പോൾ ഈ ഗതാഗത ക്രമീകരണം എങ്ങനെയാണ്? അത് കോഴിക്കോട് വയനാട് ജില്ലാ ഭരണകൂടങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ ലിനറ്റ്? പകരം ബദൽ മാർഗങ്ങൾ? തീർച്ചയായും ഇതിൽ താമരശ്ശേരി ചുരം വഴി പോകുന്ന വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്നും പേരാമ്പ്ര കുറ്റിയാടി ചുരം വഴി തിരിഞ്ഞു പോകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു താമരശ്ശേരി ചുരത്തിന് തൊട്ട് മുൻപിലായി ലക്കിടി ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ചുരം വഴി, അതായത് കുറ്റിയാടി ചുരം വഴി തിരിച്ച് കോഴിക്കോടേക്ക് മടങ്ങണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആവശ്യങ്ങളുള്ളവർ മാത്രമേ ഇവിടെ തുടരാകൂ എന്ന് പോലീസും മറ്റ് അധികൃതരും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ളവരെ മാത്രം പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ഈ കല്ലും മണ്ണും ഒക്കെ തന്നെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇതിന്റെ എത്രമാത്രം ഇടിഞ്ഞിട്ടുണ്ട് എന്നും എവിടെ നിന്നാണ് ഈ പാറകൾ വീണത് എന്നതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പകൽ വെളിച്ചത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ടോർച്ച് അടിച്ചാലോ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റുകൾ വെച്ച് നോക്കിയാലോ ഇതിന്റെ തോത് എത്രമാത്രമാണെന്നോ ഇതിന്റെ ആഘാതം എത്രമാത്രമാണെന്നോ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചാണ് ഇവിടെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ ഫയർഫോഴ്സും പോലീസും അതോടൊപ്പം ചുരം ബ്രിഗേഡ്സും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവരാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നതും അതോടൊപ്പം തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ താമരശ്ശേരി ചുങ്കം ഭാഗത്ത് നിന്ന് കുറ്റിയാടി പേരാമ്പ്ര ഭാഗത്തേക്കാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം ആരും യാത്രകൾ ഈ താമരശ്ശേരി വഴിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ ഈ ഒരു അത്രയും മെഡിക്കൽ എമർജൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിലാണ് അതിലൂടെ കടത്തിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പോലീസും ജില്ലാ ഭരണകൂടങ്ങളും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും എല്ലാം തന്നെ അറിയിക്കുന്നത്. എന്തായാലും വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. പാറകൾ ഉൾപ്പെടെ ഇളകി വരുന്നുണ്ട്. ലിനറ്റ്, എന്തായാലും അവിടെ നിൽക്കുമ്പോൾ, അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക. കാരണം ലിനറ്റ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നേരത്തെ റെസ്ക്യൂവിന് വേണ്ടി പ്രവർത്തിച്ച ആൾ പറഞ്ഞതുപോലെ അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ സുരക്ഷിതമായി മാത്രം തുടരുക. എല്ലാവരും സുരക്ഷിതമായി തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശം അവിടെ പോലീസ് നൽകുന്നുണ്ടാകുമെന്ന് കരുതുകയാണ്. എന്തായാലും വയനാട് താമരശ്ശേരി ചുരത്തിലാണ്, വയനാട് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് ഇപ്പോൾ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചുരം ആകെ സ്തംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ലിനറ്റാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.